അങ്ങനെ നമ്മുടെ അഞ്ജലി ആണെങ്കിൽ ബാൽക്കണിയിൽ നിന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അശ്വിൻ അങ്ങോട്ട് ചെല്ലുട്ടോ. എന്നിട്ട് ചേച്ചി ഇനിയും ശ്യാമിനെ കുറിച്ച് ചിന്തിക്കരുത്, അയാളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന സമാധാനത്തോടെ ഇരിക്കുക ചേച്ചി എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ അഞ്ജലി സമാധാനപ്പെടുകയാണ് കേട്ടോ. എങ്കിലും അയാൾ എന്ത് ചതിയനാ, എന്നെ എത്ര ഈസി ആയിട്ടാ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കിയത്. ഒന്നുമില്ലെങ്കിലും അയാളുടെ കുഞ്ഞിനെയല്ലേ ഞാൻ വയറ്റിൽ ചുമന്ന് നടക്കുന്നത്, ആ പരിഗണനയെങ്കിലും എനിക്ക് തരായിരുന്നു. നീ ഇത് ആദ്യം മനസ്സിലാക്കി. ഞാനൊരു മണ്ടി ആയതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. പിന്നെയും അയാളെ വിശ്വസിച്ചു എന്ന് പറയാട്ടോ. പിന്നീട് പറയുന്നുണ്ട്, അയാളുടെ കാര്യങ്ങൾ ഇപ്പോഴെങ്കിലും എന്നെ ബോധ്യപ്പെടുത്തി തന്നതിന് 1000 നന്ദിയുണ്ട് കുഞ്ഞാ. നീ ഇനി വേണ്ടത് എത്രയും പെട്ടെന്ന് ശ്രുതിയെ ഇവിടേക്ക് വരുത്തണം. അവളില്ലാത്തതിന്റെ ശൂന്യത ഇപ്പോഴാണ് ഞാൻ അനുഭവിച്ചു തുടങ്ങുന്നത്. അവളാ ശരിക്കും ഈ വീടിന്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശിമാർ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. എത്രയും പെട്ടെന്ന് നമ്മുടെ കുഞ്ഞൻ്റെയും ശ്രുതിയുടെയും വിവാഹം നല്ല മനോഹരമായിട്ട് നടത്തണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതിയെ ഇവിടേക്ക് കൊണ്ടുവരണം. അവളുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് എനിക്ക് തിരിച്ചു പിടിക്കാലോ എന്നൊക്കെ പറയുമ്പോഴേക്കും അച്ഛമ്മയുടെ മുഖം അങ്ങ് മാറുകയാണ് കേട്ടോ. അപ്പം അഞ്ജലി ചോദിക്കും, അച്ഛമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്കിപ്പോഴും ആ കല്യാണത്തോട് യോജിക്കാൻ വേണ്ടിയിട്ട് പറ്റണില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അശ്വൻ പറയും, എത്ര പറഞ്ഞാലും മുത്തശ്ശി എന്താ കാരണം പറയാത്തത്? ഒന്നുകിൽ ശ്രുതിയെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ ആ കാരണമെങ്കിലും പുറത്ത് പറയണം എന്നങ്ങ് പറയുന്ന നേരത്ത് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, നിനക്കൊക്കെ കാരണം അറിയണല്ലേ. ഞാനേ ആ കാരണം പറഞ്ഞാൽ നീ അവളെ കല്യാണം കഴിക്കില്ല. നിനക്ക് അവളെ പറ്റി എന്തറിയാം? അവളുടെ കുടുംബ പശ്ചാത്തലത്തെ കുറിച്ച് എന്തറിയാം? നിന്റെ അച്ഛനും അമ്മയും മരിക്കാൻ കാരണം ഒരു പെണ്ണാണെന്നല്ലേ നിനക്കറിയത്തുള്ളൂ. അതിനെക്കുറിച്ച് നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്നങ്ങ് ചോദിക്കുന്ന നേരം നമ്മുടെ അച്ഛൻ പറയും, അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നിട്ട് എന്താ, നമുക്ക് നഷ്ടപ്പെട്ടത് ഒരിക്കലും ഇനി തിരിച്ചു കിട്ടില്ലല്ലോ, അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വന്നിട്ടുമില്ല എന്നങ്ങ് പറയുന്ന നേരത്ത് നമ്മുടെ അച്ഛമ്മ പറയും, അവർ മരിക്കാൻ കാരണം ആ സ്ത്രീയുടെ മകളെ തന്നെ വേണോ നിനക്ക് കല്യാണം കഴിക്കാമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അശ്വിൻ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്താ അച്ഛമ്മ പറഞ്ഞത്? അതെ കുഞ്ഞാ, നിന്റെ അച്ഛൻ മരിക്കാൻ കാരണം ആ സ്ത്രീയാ എന്നങ്ങ് പറയുന്ന നേരത്ത് നമ്മുടെ അഞ്ജലിയും ഞെട്ടിപ്പോവാണേ. നിനക്കെന്നെ വിശ്വാസം ഇല്ലെങ്കിൽ നീ പോയി ചോദിക്ക്, എൻ്റെ മുന്നിൽ വെച്ച് തന്നെ ചോദിക്ക്. അപ്പോൾ എന്താ പറയാന്ന് അറിയാലോ. അങ്ങനെയുള്ളൊരു സ്ത്രീയുടെ മകളെ തന്നെ വേണോ നിനക്ക് ഇങ്ങോട്ട് താലി കെട്ടി കൊണ്ടുവരാൻ? നീ നാളെ തന്നെ അവരുടെ അടുത്ത് പോയി ചോദിക്കുക എന്ന് പറയാം കേട്ടോ.